ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നല്ലൊരു ഐറ്റമായിട്ടാണ് പൊതിച്ചോറ്. പൊതിച്ചോറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കാര്യം പറയാം. കാരണം നാളെ അത്തമാണ്. ചിങ്ങമാസ പുലരിയിലെ അത്തം നാളെ തുടങ്ങാൻ പോവുകയാണ്. അപ്പം 10 ദിവസം 10ാമത്തെ ദിവസം നമ്മുടെ തിരുവോണമാണ്. കൊറോണ വ്യാധി നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തയും പുതുമേറിയുമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. അതിനുവേണ്ടി താട കറിയാണ്. താടക്കറി ഫസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പം നമ്മുടെ തേങ്ങ റെഡിയാക്കിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിന് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഇടണം. മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പം ഞാൻ ഇതിനുവേണ്ടി ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്വല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പീസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. സ്വല്പം വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ളത് ഞാൻ അരച്ചെടുത്തേക്കുവാണ്. അപ്പോൾ അരച്ച് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ ടോട്ടൽ 3 സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 3 സ്പൂൺ എണ്ണ ചേർത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ഓരോ സാധനങ്ങൾ ഇടുമ്പോൾ നമുക്ക് പറ്റിയപ്പെടാതൊക്കെയാണുള്ളത്. നമ്മുടെ കടുക് പൊട്ടി വന്നിരിക്കുന്നു. നമുക്ക് അതിനകത്ത് നമ്മുടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കടുക് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ഓരോ സാധനങ്ങൾ ഇടുമ്പോൾ നമുക്ക് പറ്റിയപ്പെടാതൊക്കെയാണുള്ളത്. നമ്മുടെ കടുക് പൊട്ടി വന്നിരിക്കുന്നു. നമുക്ക് അതിനകത്ത് നമ്മുടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുറച്ച് എടുത്തോളായിരുന്നു. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുത്തി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടെ എല്ലാം കൂടെ ഒന്ന് മൊളിച്ച് വരുന്ന രീതി, അതായത് ബ്രൗൺ കളർ ആകുന്ന രീതിക്കാണ് നമുക്കൊന്ന് ചിക്കി എടുക്കാവുന്നത്. നമ്മുടെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയും പച്ചമുളകും നല്ല രീതിയിൽ പാകമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാലൻസ് ഉള്ള ഭാഗം ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സ്വല്പം വെള്ളം ചേർത്തിട്ടുണ്ട്, അധികം ചേർത്തിട്ടില്ല. അതുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വെച്ച് നമുക്ക് നമ്മുടെ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പുളി ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഉപ്പ് എന്ന് പറയുന്നത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പാണ്. കല്ലുപ്പിൻ്റെ നീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, മറ്റേ പൊടിയുപ്പല്ല. അപ്പം 1.25 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഉപ്പിൻ്റെ നീര്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ തിളച്ച് വരണം. അപ്പോൾ അതിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുതിര നമുക്കിത് വേവിച്ചെടുക്കണം. മുതിര റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതാണ് സംഭവം. സ്വല്പം വെള്ളം ഒഴിച്ച് മുതിര റെഡിയാകും. മുതിര അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി ഇടാം. വേവിച്ചെടുക്കാം. അടുത്തടുത്തിലോട്ട് വെക്കാം. അപ്പോൾ വേവിച്ച് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തോരൻ വെക്കാനും അതിൻ്റെ ആവും.
മുതിരയും വെച്ചിട്ടുണ്ട്. മുതിര സൈഡിൽ ഇരുന്നിട്ട് അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയും കൂടെ തിളച്ച് വരുമ്പോഴത്തേനും മുതിര റെഡിയാകും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത കൂട്ടം നോക്കാം. നമ്മുടെ കറി തിളച്ച് വന്നതാണ്. നമുക്ക് നമ്മുടെ മീൻ അതിനകത്തോട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ സൈഡിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഒരുവിധം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അവിടെ സൈഡിൽ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കൂടെ ആയി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് റെഡിയാകും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ മുതിരയുടെ കൂട്ട് റെഡിയാക്കി എടുക്കാം. മുതിര നമുക്ക് തോരൻ വെക്കുന്നതിനുള്ള. അപ്പോൾ അതിനുവേണ്ടി തോരൻ വെക്കുന്നതിന് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ളത് അതിനകത്ത് ഒരു അല്ലി വെളുത്തുള്ളി അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് അരച്ചെടുക്കണം. അത് കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീരകമുണ്ട്. അത് ജീരകം ഒരു നുള്ളിലാണ് ജീരകം ഇതിനകത്ത് ചേർക്കുന്നത്. കൂടാതെ മഞ്ഞപ്പൊടി, സ്വല്പം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി അത് ഒരു നുള്ള്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് അടിച്ചെടുക്കാം. മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുതിരയുടെ കൂട്ട് ഞാൻ മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് മുതിര റെഡിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് സ്വല്പം എണ്ണ ഒഴിച്ചെടുക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഇതിന് വേണ്ടി റെഡിയാക്കി വെച്ച കുറച്ച് കടുകുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് എണ്ണയും ചൂടാകുമ്പോഴത്തേക്ക് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ആ കടുകിനകത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കടുത്ത് നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കൊച്ചുള്ളിയും അത് കൂടാതെ കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കറിവേപ്പിലയുണ്ട്. അപ്പോൾ ഞാനിപ്പം 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് അപ്പോൾ നമ്മുടെ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് മുതിരക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മുതിര എന്ന് പറയുമ്പോൾ ഇതിന് വലിയ ഐതിഹ്യമുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചുറ്റുവങ്ങരമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭക്ഷണമാണ് ഈ മുതിര തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ കുംഭഭരണി അങ്ങനെ ഭരണി നാളെന്ന് വെച്ചാൽ ഭരണി ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരമൂട്ടിൽ നമ്മുടെ മുതിരയും കഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ചെറ്റോങ്ങനായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കാണെങ്കിൽ അവർ കൂടുതലായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കേസ്. നമുക്ക് മുതിര ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീൻകറി ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നിർത്തിയുണ്ട്. ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. സംഭവം റെഡി ആയിരിക്കും. നമുക്ക് ഇടയ്ക്കൊരു ആവശ്യം കറക്റ്റ് അതിൻ്റെ പാകം കണ്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് നമ്മുടെ കിഴങ്ങ് മെഴുക്ക്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് നമ്മുടെ കിഴങ്ങ് മെഴുക്കൊട്ട് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് പറഞ്ഞില്ലേ നമ്മുടെ കിഴങ്ങ് മെഴുക്കാട്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അടുത്ത് വെച്ചിരിക്കുന്ന 4 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് അരിഞ്ഞെടുക്കാം. ഫസ്റ്റ് അരിഞ്ഞെടുത്തിട്ട് ബാലൻസ് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ആദ്യം നാലായിട്ടൊരു സൈഡിൽ നിന്ന് അപ്പം ഇനി അടുത്ത രണ്ടാമത്തത് കിഴങ്ങും കൂടെ നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
കിഴങ്ങ് മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞ ഒരു നൊസ്റ്റാൾജിയ ഫീലാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂൾ വിൻ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അമ്മ തന്നു വിടുന്ന വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് മെഴുക്കറി ചമ്മന്തിയാണ്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ആൾക്കാർക്കും മറക്കാൻ പറ്റുന്ന 2 ഐറ്റം ആയിരിക്കും. ഒന്ന് കിഴങ്ങ് മെഴുക്കറി ചമ്മന്തി. അതങ്ങോട്ട് തട്ടം നമ്മൾ പാത്രത്തിനകത്തോട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. ആ മണത്തിൻ്റെ അപ്പുറം നമുക്ക് ഏത് 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡും നമുക്കതൊരു അതിൻ്റെ ഹരം കിട്ടത്തില്ല. അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം നമ്മുടെ കിഴങ്ങ് നമ്മൾ അരിഞ്ഞ് പാകമായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പ് വെച്ചാൽ നമ്മൾ ജഗ 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 എന്ന് പറഞ്ഞാൽ അടുത്തത്. ഇനി അടുത്തത് നമ്മുടെ ഐറ്റം നമ്മുടെ സവാളയും പച്ചമുളകാണ്. സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. സവാള നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ സൈഡിലൊക്കെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആ ഇതുണ്ടല്ലോ, ഇത് ചിലത് കട്ട് ചെയ്ത് നടക്കണം. എനിക്ക് കാരണം ചെയ്യാം ഈ പറ്റില്ല, ഒരുപാട് ചിലവ്. പക്ഷെ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ രീതിയിൽ ഞാൻ പല ചിലവർ നമ്മൾ ഞാൻ ഗൾഫിൽ കുറച്ചാൾ വർക്ക് ചെയ്ത് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ തൃശ്ശൂരുള്ള ആൾക്കാരെന്ന് എനിക്കറിയില്ല, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ തൃശ്ശൂരുകാരൻ അത് തന്നെ. അവൻ്റെ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്, ഈ കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞെടുക്കുക അങ്ങനെ. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വെച്ച് നമ്മുടെ പച്ചമുളക് എന്ന് പറയുന്നത് ഞെട്ട് കളയുക. അത് നേരെ 2ആയിട്ട് കീറി കിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ സംഭവം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം അരിഞ്ഞ് പച്ചമുളക്, ഉള്ളി, അതായത് നമ്മുടെ കിഴങ്ങിൻ്റെ എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി അപ്പം കിഴങ്ങ് അടുപ്പിലോട്ട് വെക്കാം. അടുപ്പിലോട്ട് വെക്കുന്നതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. ഇതൊന്ന് കത്തിച്ചെടുക്കാം. പാൻ റെഡിയാണ്. അപ്പം നമ്മുടെ കിഴങ്ങെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കത്തിച്ച് വേണം. അപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് ചേർക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തത് കടുക് ഒന്ന് പൊട്ടി വരുന്ന താമസം നമുക്ക് നമ്മുടെ കിഴങ്ങ് റെഡി ആയിരിക്കുന്ന കിഴങ്ങ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കിഴങ്ങ് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എണ്ണയായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില നമുക്ക് സ്വന്തം ചേർത്തെടുക്കാം. ഓക്കെ, നമ്മളെ ഇതെല്ലാം എണ്ണയായിട്ടൊന്ന് കൂടി ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഇപ്പം നീര് 1 സ്പൂണ്, പിന്നെ അതുകൂടാതെ കഴിഞ്ഞത് അതൊന്ന് മിക്സാക്കി വെക്കുക. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത്. അതുകൂടെ മുളക് പൊടി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തുകൊണ്ട് നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം.
നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ റെഡിയാറുണ്ട്. അതാണ് അപ്പം ഒരുവിധം നല്ല പതിവായിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കിഴങ്ങ് സൈഡിൽ ഇരിക്കട്ടെ. നമ്മുടെ ഒരു മീനാണ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു, കുറച്ച് മീൻ നമ്മൾ വറുക്കാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മീൻ അടക്കി എടുത്തിട്ടുണ്ട്. അപ്പം അടക്കി വേണ്ട സാധനങ്ങൾ നമ്മൾ സ്വല്പം 2-3 ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പാന്, അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്, കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിലോട്ട് നമുക്ക് നമ്മുടെ 2 ഇല വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതവിടെ നമ്മൾ 2ആയിട്ട് വെച്ചേക്കാണ്. അതിന്റെ കാര്യം ഞാൻ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി എന്തിന് 2 ഇല വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് നമ്മുടെ മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. വളരെ ക്ലോസ് രീതിയിലാണ് വെക്കുന്നത്. മീനെല്ലാം നമ്മൾ അടുക്കി വെച്ചുകൊണ്ട് അതിന് മുകളിലോട്ട് സ്വല്പം അരപ്പുണ്ട്, അതും കൂടെ ചേർത്ത് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ബാലൻസ് നമ്മൾ ഇത് വേറെ ഇലയും കൂടെ എടുത്ത് വെച്ചുകൊണ്ട് അത് നമുക്ക് വെച്ച് മൂടിയിട്ട് അതിന് മുകളിലോട്ട് നമുക്കൊരു കറച്ചട്ടി എടുത്ത് വെക്കാം. കറച്ചട്ടി എടുത്ത് കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻ. അപ്പോൾ നമുക്കിത് മീൻ തിരിച്ചിടണം. ഇതിനുവേണ്ടി നമുക്ക് പാത്രത്തിൽ മുമ്പേ പറഞ്ഞില്ലേ 2 ഇല വെക്കുന്നതിൻ്റെ, ഇതാണ് 2 ഇല വെക്കുന്നതിൻ്റെ കൂട്ടൻസ്. ഇനി അടുത്തത് നമുക്ക് ഇത് തിരിച്ചിടാം. ഇതിനകത്തോട്ട് ഈ സൈഡ് അങ്ങോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇതിനകത്തോട്ട് തിരിച്ചിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇടുക നമുക്ക് തിരിഞ്ഞായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ചട്ടി എടുത്ത് വെക്കാം. എന്നിട്ട് ചുറ്റിനോട് നീക്കാം, ചട്ടി എടുത്ത് വെക്കാം. കുറച്ച് നേരം കൂടെ വഹിക്കുക. അപ്പം സ്വല്പം ഫ്ലെയിം കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ആ സൈഡ് 2 സൈഡും കൂടെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, അപ്പം നമുക്കതിൻ്റെ നിർത്തി വെക്കാം. ഇത് തന്നെ മുകളിൽ തന്നെ വെക്കാം കുറച്ച് നേരം. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ അങ്ങ് നിർത്തിയേക്കാം. ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. അടുത്ത് നമ്മുടെ മീൻ വറുത്തതും മറ്റേ ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിയുടെ പ്രൊസീജിയർ നടക്കട്ടെ. മീൻ വറുത്തതും കൂടെ നമുക്ക് സൈഡിൽ വന്ന് വെക്കാം.
പാൻ എടുത്തുകൊണ്ട് ഒന്ന് കത്തിച്ച് വെച്ചുകൊടുത്ത് നമ്മുടെ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ എണ്ണ ചേർത്ത് കൊടുത്ത് മീൻ റെഡിയാക്കി എടുക്കാം. അപ്പം ഇതിനു വേണ്ടി എടുത്തേക്കുന്ന മീനാണ് വറക്കാൻ വേണ്ടി. അപ്പോൾ ടോട്ടൽ നമ്മൾ ആദ്യം ഒന്നുകൂടെ പറയുകയാണ് എന്തൊക്കെയാണ് കറി എന്നറിയാലോ. ഇത് മീൻ വെച്ച് കഴിഞ്ഞാൽ താട മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻ പൊള്ളിച്ചതുണ്ട്, അതായത് മീൻ അടയുണ്ട്. പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞ് തോരൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക മുതിര തോരനുണ്ട്. പിന്നെ അതിൻ്റെ കിഴങ്ങ് മെഴുക്ക് വട്ടി, ഇടിച്ച ചമ്മന്തി ഉണ്ട്. ഇതായിട്ട് നമുക്ക് ബാക്കിയെല്ലാം റെഡിയായി. ഈ നമ്മുടെ മീനും കൂടെ റെഡിയായി വന്നാൽ മതി. എണ്ണ ജസ്റ്റ് റൗണ്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലായിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. നമ്മൾ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ എണ്ണ ചൂടായി വന്നിരിക്കുകയാണ്. നമുക്ക് ഓരോ സൈഡിലായിട്ട് മീൻ കൊടുക്കാം. ആ മീനെല്ലാം സൈഡിലോട്ടുണ്ട്. സ്വല്പം എണ്ണ ഈ സൈഡിലോട്ട് വേണം. ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനൊന്നും ആയി വരട്ടെ. ഇടയ്ക്ക് ഒന്ന് രണ്ടേ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും ചെല്ലും. ഓക്കെ, നമ്മൾ മീനെല്ലാം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ നമ്മൾ വാട്ടി പേപ്പറൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ചോറ് പൊതിഞ്ഞെടുത്താൽ മതി. ബാക്കി എല്ലാം റെഡി ആയിരിക്കണം കറിക്ക്. അപ്പോൾ ഞാൻ ചോറിട്ടിട്ട് 3 സ്പൂൺ ചോറ്, 3 തവി ചോറ് ഇട്ടിട്ട് അതിനകത്തോട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ മീൻ കറി റെഡിയായിരിക്കുന്ന മീൻ കറി 2 പീസ് സൈഡിലും ഗ്രേവിയും കൂടെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത നമ്മുടെ റെഡി ആയിരിക്കുന്ന മുതിര തോരൻ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചമ്മന്തി, സൈഡിലോട്ട് വെച്ചെടുക്കാം. ഇതിനകത്ത് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അടയാണ്. അട റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്ക് അട വെക്കാം. അട വെക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വട്ടി നമുക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. കിഴങ്ങ് മെഴുക്ക് വട്ടി വെച്ചതുകൊണ്ട് അടുത്തത് പറയുന്നത് നമ്മുടെ അട. രണ്ട് പീസ് അടയുണ്ട്, ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീൻ വറുത്തത്. ഇത്രയും സാധനമാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കാണാം. സാധനങ്ങളെല്ലാം കണ്ടില്ല എല്ലാം വെച്ചേക്കുന്നത്. ഇനി നമുക്കത് പൊതിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ഇനി പൊതിഞ്ഞെടുക്കാം. നമുക്ക് ഫസ്റ്റ് ഇല പൊതിയാൻ വേണ്ടി ഈ സൈഡിൽ നിന്ന് ഇവിടെ പൊതിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ആ പേപ്പർ പൊതിഞ്ഞെടുക്കാം. നമ്മുടെ പൊതിച്ചോറ് ടോട്ടലി ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കാം. വെച്ചിട്ട് നമുക്കിത് കഴിച്ചു നോക്കാം.
ഇനി നമ്മുടെ ചോറ് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെച്ചായിരുന്നു നമ്മുടെ ആ ഇലയുടെ രുചിയൊക്കെ ഇറങ്ങുന്നതിനായിട്ട്. ഇപ്പം അത് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാത്. എല്ലാം കൂടെ ഒരു നല്ല പരുവായിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ? എല്ലാ സാധനങ്ങളും ആ ഒട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ അടയും വറുത്ത മീനും നമ്മുടെ മുതിരയും മീൻ കറിയും തോരനും എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ നമുക്കൊന്ന് ടേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാനാണ്. അപ്പം ബാലൻസും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ കറിയും ചോറും എല്ലാം സെറ്റായിട്ട് ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. ആളുകൾ ശ്രദ്ധിച്ചിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ സൈഡിൽ നമ്മളടുത്ത് ടേസ്റ്റ് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ചമ്മന്തി ഇവിടെ നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ സമ്മതി മുതിരയും ഇതെല്ലാം അടിപൊളിയുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു ഓൾ. Bye.